എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മളോട് സംസാരിക്കാനായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് അന്വേഷണം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പം അന്വേഷണം എന്ന് പറയുമ്പോൾ എന്തന്വേഷിക്കണം? എന്തും നമുക്ക് അന്വേഷിക്കാൻ പറ്റും. എന്താണോ നമ്മൾ അന്വേഷിക്കുന്നത് അത് നമുക്ക് കണ്ടെത്താനും പറ്റും. ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: നിങ്ങൾ മുട്ടിയാൽ നിങ്ങൾക്ക് തുറക്കും, അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തും. പലപ്പോഴും നമുക്ക് ചുറ്റും നമ്മുടെ ഈ ഒരു ലൗകികപരമായ ചിന്തയിൽ അല്ലെങ്കിൽ ഭൗതിക ചിന്തയിൽ നമ്മളൊന്ന് വീക്ഷണം നടത്തി കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എങ്ങനെ ജീവിതത്തിനകത്ത് സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, അഭിവൃദ്ധി കിട്ടും. ഈ ഒരു കാര്യമാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. അപ്പോൾ ലോകപരമായി അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളുടെ പുറകെ അതിന് വേണ്ടിയിട്ട് അവർ സഞ്ചരിക്കും. പുണ്യസ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം കിട്ടുമോ, സമാധാനം കിട്ടുമോ, ഐശ്വര്യം കിട്ടുമോ, അഭിവൃദ്ധി കിട്ടുമോ, അതല്ലെങ്കിൽ ഏതെങ്കിലും മത സ്ഥാപനങ്ങളിൽ പോയാൽ കിട്ടുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെടുത്ത് പോയാൽ കിട്ടുമോ. ഇങ്ങനെ മനുഷ്യൻ ജനിക്കുന്നത് തൊട്ട് മരിക്കുന്നത് വരെ ഒരു അന്വേഷണത്തിലാണ്. പക്ഷെ എന്ത് അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വിഷയം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സത്യത്തെ അന്വേഷിക്കുക എന്നുള്ളതാണ്. സത്യത്തെ അന്വേഷിക്കുക എന്നുള്ളതാണ്. ഞാൻ ജനിച്ചു വളർന്നത് ഒരു ക്രിസ്തീയ പാരമ്പര്യമായിട്ടുള്ളൊരു കുടുംബത്തിലാണ്. അപ്പം ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കേട്ട് ശീലിച്ചത് അല്ലെങ്കിൽ പരിചരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദൈവിക അന്വേഷണത്തെക്കുറിച്ചിട്ടാണ്. എൻ്റെ മാതാപിതാക്കളോടൊപ്പം തന്നെ എൻ്റെ ബന്ധുമിത്രാദികളും എല്ലാം എന്നെ കൂടുതൽ പ്രേരിപ്പിച്ചത് ഒരു ദൈവിക അന്വേഷണത്തിനാണ്. അപ്പോൾ കുഞ്ഞുനാൾ മുതലേ എൻ്റെ ഉള്ളിൽ ഒരു ദൈവിക അന്വേഷണത്തിൻ്റെ ഒരു ത്വരയുണ്ടായിരുന്നു. പക്ഷേ പല പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ, പല രീതിയിലുള്ള പ്രബോധനങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ അന്വേഷണം പല സ്ഥലങ്ങളിലും വഴിമുട്ടി നിൽക്കുമായിരുന്നു. കാരണം അന്ന് അന്വേഷിക്കുന്ന വഴിയെന്ന് പറയുന്നത് ബിബ്ലിക്കലായിട്ടുള്ള ഒരു ക്രിസ്തീയമായിട്ടുള്ള ഒരു പാത്തിൽ കൂടെയാണ്, ഒരു വെയിൽ കൂടെയാണ് എൻ്റെ അന്വേഷണം പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ആഗ്രഹിച്ചത് ഈ ബൈബിൾ പറയുന്ന സത്യത്തെ എനിക്കറിയണം, അതെനിക്ക് അന്വേഷിച്ച് കണ്ടെത്തണം. അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ഞാൻ ബൈബിൾ പറയുന്ന സത്യത്തെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു. പലപ്പോഴും പലയിടത്തും വഴിമുട്ടി നിന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകാൻ പറ്റാതെ വരുമ്പോൾ, ഒത്തിരി കാര്യങ്ങൾ അന്വേഷിച്ചിട്ടും മനസ്സിലാകാതെ വരുമ്പോൾ ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് പല സമയങ്ങളിലും മടക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഉള്ളിലുള്ള തീവ്രമായ ആഗ്രഹം കാരണം എനിക്ക് വീണ്ടും മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാനിനി പറയാൻ പോകുന്നൊരു ഫോർമുലയാണ്. നിങ്ങൾ എന്താണോ അറിയാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തെ ശരിക്കും അറിയാനായിട്ടുള്ളൊരു അന്വേഷണ ത്വര നിങ്ങൾക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടങ്ങാനാകാത്ത ഒരു ആഗ്രഹം, ഒരു ഡിസയർ ഉണ്ടാകണം. ഡിസയർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ അന്വേഷിക്കുന്ന കാര്യത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഏതെങ്കിലും സന്ദർഭങ്ങളിൽ തടസ്സങ്ങളോ പ്രതിബന്ധങ്ങളോ പ്രതിസന്ധികളോ വരുന്ന സമയത്ത് നമ്മൾ അതിനെ അവിടെ നിർത്തിയിട്ട് നമ്മളുടെ ഒരു എക്സ്ക്യൂസ്, ന്യായീകരണം നമ്മൾ പറയും. ഇങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ ചുമ്മാതെയാണ്, ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് നമ്മൾ ചില ന്യായീകരണങ്ങൾ കണ്ടെത്തി നമ്മൾ അതിനെ അവിടെ അടച്ചു വയ്ക്കും. പക്ഷേ ശരിക്കും വീണ്ടും നമുക്ക് അടങ്ങാനാകാത്ത ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ആ തടസ്സത്തെ ബൈപ്പാസ് ചെയ്ത് അല്ലെങ്കിൽ തടസ്സത്തെ മാറ്റി നിർത്തി കവച്ചു വെച്ച് നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഏകദേശം ഒരു 15-16 വർഷത്തെ അന്വേഷണത്തിൻ്റെ റിസൾട്ടാണ് ഞാൻ ഈ പുസ്തകത്തിൻ്റെ രൂപത്തിൽ ഇതിനകത്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എന്താണ് ബൈബിൾ പറയുന്ന ആത്മീയത? അത് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ക്രിസ്തീയ പുരോഹിതന്മാരോ പാസ്റ്റർമാരോ മതപണ്ഡിതന്മാരോ പറയുന്ന കാര്യമല്ല ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ആത്മീയ സത്യം. സോ ആ ആത്മീയ സത്യം ഈ ഒരു ചെറിയ ബുക്കിനകത്ത് എൻ്റെ കണ്ടെത്തലുകളുടെ വെളിച്ചത്തിനകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ആഗ്രഹം അവിടെ നിർത്തിയില്ല, എൻ്റെ അന്വേഷണ മനോഭാവം ഞാൻ അവിടെ നിർത്തിയില്ല. അപ്പോൾ ബൈബിൾ പറയുന്ന അന്വേഷണം അല്ലെങ്കിൽ ബൈബിൾ പറയുന്ന സത്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത് നമ്മുടെ ഭാരത സംസ്കാരത്തിനകത്ത് നിന്നുകൊണ്ട്, ഭാരതത്തിൻ്റെ പൈതൃകത്തിനകത്ത് നിന്നുകൊണ്ട് എന്താണ് വേദങ്ങൾ പറയുന്നത്, എന്താണ് പുരാണങ്ങൾ പറയുന്നത്, എന്താണ് ഇതിഹാസങ്ങൾ പറയുന്നത്. ഞാനിപ്പോൾ ആ ഒരു സത്യ അന്വേഷണത്തിൻ്റെ പാതയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ഒരു ചെറിയ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി.
ഞാൻ ആദ്യം കണ്ടെത്തിയത് ശബരിമല എന്ന് പറയുന്ന ആ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു ശരിക്കുമായിട്ടുള്ള ആ ഒരു പ്രകൃതി ശാസ്ത്ര സത്യത്തിൻ്റെ രഹസ്യം എനിക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് കണ്ടെത്താനായിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു ഈ പബ്ലിക്കേഷനകത്ത്, പുസ്തകമായിട്ടല്ല, ഈ ബുക്കായിട്ട് ഞാൻ അതിൻ്റെ ചെറിയൊരു വിവരണം ഞാൻ തയ്യാറാക്കി എൻ്റെ വെബ്സൈറ്റിനകത്ത് ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ശബരിമല എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൻ്റെ ശാസ്ത്രീയത മനസ്സിലാക്കിയപ്പോൾ ഹൈന്ദവ പുരാണങ്ങൾ പറയുന്ന, വേദങ്ങൾ പറയുന്ന സത്യങ്ങൾ ഇനിയും കിടപ്പുണ്ട്. അതറിയാനായിട്ട് ഞാനിപ്പോൾ വീണ്ടും അടുത്ത അന്വേഷണ ഘട്ടത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ എന്താണോ നമുക്കറിയണമെന്ന് ആഗ്രഹിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ശരിയായ രീതിയിലുള്ള ഒരു എഫേർട്ട് ഇടാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം പതിയെ പതിയെ നമ്മുടെ അടുക്കിലേക്ക് ആകർഷിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. ഇതൊരു നിയമമാണ്, ഇതൊരു പ്രകൃതി സത്യമാണ്. ഞാൻ ഒന്നുകൂടെ അത് പറയാം. നിങ്ങളുടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു അന്വേഷണ മനോഭാവം ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രചോദനമാകാൻ വേണ്ടി ഞാൻ പറയുക, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആഗ്രഹത്തോടുകൂടെ ഏതെങ്കിലും ഒരു കാര്യം, അത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാകട്ടെ, ഭൗതികമായ കാര്യങ്ങളാകട്ടെ, എന്തുമാകട്ടെ, ആ കാര്യത്തെ നിങ്ങൾ അന്വേഷിക്കാനായിട്ട് നിങ്ങൾ പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന സത്യം പതിയെ പതിയെ നിങ്ങളുടെ അടുക്കിലേക്ക് ആകർഷണമായി വന്നുകൊണ്ടേയിരിക്കും. അതിനുള്ള മുഖാന്തരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തുറക്കപ്പെടും, അതിനുള്ള വേദികൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും, അതിലേക്ക് നിങ്ങളെ എത്തിക്കാനായിട്ടുള്ള ചില വ്യക്തിത്വങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നു ചേരും. അപ്പോൾ ഇതൊരു ആനുപാതികമായിട്ടുള്ളൊരു ഫോർമുലയാണ്. നിങ്ങൾ സ്കൂളുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഐസക് ന്യൂട്ടൻ ചില കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് വളരെയേറെ അന്വേഷണ മനോഭാവത്തിലായിരുന്നപ്പോൾ അദ്ദേഹം അന്വേഷണത്തിൻ്റെ ആ ഒരു ത്വരയ്ക്കകത്ത് കുറച്ച് സമയം ഒന്ന് മയങ്ങാനായിട്ട് ഒരു മരത്തിൻ്റെ മൂട്ടിലിരുന്നപ്പോൾ ആ മരത്തിനകത്തുനിന്ന് അതിൻ്റെ കായ, അതിൻ്റെ ഫലം അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വന്ന് വീഴുവാണ്. അപ്പോൾ എന്താണോ അദ്ദേഹം അന്വേഷിച്ചത്, അതിൻ്റെ ഒരു റിസൾട്ട് അദ്ദേഹത്തെ തേടി ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുക. ആ ഫലം വന്ന് വീണപ്പോഴത്തേക്ക്, ആ ഫലത്തിൽ നിന്ന് അത് വന്ന് വീണപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് വേദനിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ ഞെട്ടിയിട്ടുണ്ടാകാം. സോ അതിൽ നിന്നാണ് അടുത്ത അദ്ദേഹത്തിൻ്റെ ചുവടുവയ്പ് വരുന്നത്. അതായത് അന്വേഷിച്ച് നടന്ന കാര്യം അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ആകർഷിക്കപ്പെടുവാണ്. ഇന്ന് ഫിസിക്സിനകത്ത്, സയൻസിനകത്ത് ഏറ്റവും വിപ്ലവകരമായ ഫോർമുലസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഐസക് ന്യൂട്ടനാണ്. അപ്പോൾ ഭൗതികപരമായ കാര്യമാകട്ടെ, ആത്മീകപരമായ കാര്യങ്ങളാകട്ടെ, നമ്മുടെ അന്വേഷണത്തിനകത്താണ് അത് നമുക്ക് വാതിലുകൾ തുറന്നു തരിക. അപ്പോൾ ഞാനിന്ന് വളരെ സന്തോഷത്തോടു കൂടെ പറയുക, ഈ ഹൈന്ദവ മേഖലയ്ക്കകത്തുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് അത് ശ്ലോകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ടുള്ള രീതിയിലുള്ള പഠനമൊന്നും എൻ്റെ ഭാഗത്ത് ഇല്ല. അപ്പോൾ ഞാൻ ഈ അന്വേഷണം തുടങ്ങിയപ്പോഴത്തേക്ക് അങ്ങനെ 17-18 വർഷം കൊണ്ട് അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ മാറ്റി വെച്ച് ഡെഡിക്കേഷനോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തി എൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ 17 വർഷത്തെ റിസർച്ച്, ഈ മേഖലയ്ക്കുള്ള റിസർച്ചും കാര്യങ്ങളും ഞാനുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് അദ്ദേഹം എൻ്റെ അടുക്കിലേക്ക് വന്ന് ഞാനുമായിട്ടൊരു ഹാൻഡ് ഷേക്ക് ചെയ്തു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സന്തോഷ് പ്രണവ് എന്നാണ്. അദ്ദേഹം താമസിക്കുന്ന കോട്ടയത്തിനടുത്തുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നുള്ള ശാസ്ത്രീയമായ മർമ്മങ്ങളെയും കാര്യങ്ങളെയൊക്കെ എനിക്ക് പറഞ്ഞു തരാനായിട്ട് ഇപ്പോൾ അദ്ദേഹം കൂടെ ചേർന്ന് നിന്നാണ് ഞാൻ ആ പാതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും എനിക്ക് ആഗ്രഹമുണ്ട്, ഇതിൽ മാത്രം ഞാൻ ഒതുങ്ങുന്നില്ല. നേരത്തെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഖുറാൻ എന്താ പറയുന്നത്, ബുദ്ധമതം എന്താ പറയുന്നത്, ജൈനമതം എന്താ പറയുന്നത്, അതിനകത്തുള്ള ആത്മീയ സത്യങ്ങൾ എന്താ, ഇത് കണ്ടെത്താനും ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മതത്തിൻ്റെ അതിർവരമ്പുകൾ വെച്ച് മനുഷ്യനെ ചേരി തിരിച്ച് വേറിട്ട് നിർത്തി ലാഭം കൊയ്യുന്ന, മുതലെടുക്കുന്ന ഒരു സംവിധാനം ഏറ്റവും കൂടുതൽ പ്രബലമായിരിക്കുന്നത് നമ്മുടെ ഇന്ത്യക്കകത്താണ്. ഇത് പൊളിയണം. നമ്മുടെ മക്കൾക്ക് പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി മുസ്ലിമാണോ ഹിന്ദുവാണോ എന്നൊന്നും നോക്കാറില്ലായിരുന്നു. തോളിൽ കൈയിട്ട് ഒരുമിച്ച് കളിക്കുന്നൊരു പ്രകൃതം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതൊക്കെ മാറി. ഇന്ന് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത്, നീ ക്രിസ്ത്യാനിയാണോ, നീ ഹിന്ദുവാണോ, നീ മുസ്ലിമാനാണോ? അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികൾ മാത്രം ഒരു ഗ്രൂപ്പാവും, ഹിന്ദുക്കൾ വേറൊരു ഗ്രൂപ്പാവും. ഇങ്ങനെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ ടീച്ചേഴ്സ് പോലും ആ സ്കൂൾ നിൽക്കുന്നത് ഏത് മതത്തിൻ്റെ സ്ഥാപനത്തിനാണോ അതിന് മുൻതൂക്കം കൊടുത്തിട്ടായിരിക്കും ടീച്ചേഴ്സ് പോലും അവിടെ കുഞ്ഞുങ്ങളെ കാണുന്നത്. സോ ഈ അതിർവരമ്പുകൾ പൊട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ മതത്തിനകത്തുമുള്ള ആത്മീയ സത്യം എന്താണെന്ന് മനസ്സിലാക്കി ഇതെല്ലാം ഒന്നാണെന്ന് കാണിച്ചു കൊടുത്താൽ മാത്രമേ, പ്രൂവ് ചെയ്താൽ മാത്രമേ ഈ അതിർവരമ്പുകൾ പൊട്ടത്തുള്ളൂ.
സോ മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മതത്തിൻ്റെ അതിർവരമ്പുകൾ പൊട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സത്യാന്വേഷണം ആവശ്യമാണ്. ഞാൻ ഇന്ന് ആ ഒരു പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ടും ആ സഞ്ചാരത്തിനകത്ത് എനിക്ക് ഒത്തിരി ആത്മീയ സത്യങ്ങൾ മനസ്സിലായതുകൊണ്ടും ആ മനസ്സിലായ സത്യങ്ങൾ ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിനകത്ത് എനിക്ക് നന്മയാക്കി കൊടുക്കാൻ പറ്റിയതുകൊണ്ടും ഞാൻ വളരെ ആധികാരികതയോടുകൂടി ഈ കാര്യം പറയുവാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം ഇതിൻ്റെ പാരലായിട്ട് ഞാൻ ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണ് എന്നുള്ളത്. ഇതിനകത്ത് വളരെ ശാസ്ത്രീയമായ ഒരു വശമാണ്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം. അതിനെ എനർജി വൈബ്രേഷൻ എന്നോ അതല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഊർജ സന്തുലിത അവസ്ഥയെന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഞാൻ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന കാര്യം ഞാൻ എന്തോ ഉള്ളിൽ ആഗ്രഹിച്ചിട്ട് അത് നിങ്ങളുമായിട്ട് സംവാദിക്കാൻ വേണ്ടി, നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുന്ന കാര്യം എൻ്റെ ഉള്ളിൽ നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് ഞാൻ ഈ സംസാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ സംസാരിക്കണം. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നതിനകത്ത് മലയാളം അറിയാത്ത ഒരു ഇംഗ്ലീഷുകാരൻ ഇരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹിന്ദിക്കാരൻ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലാകത്തില്ല. ശരിയല്ലേ? അപ്പോൾ എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു ആശയം നിങ്ങളുടെ മനസ്സിനകത്ത് മനസ്സിലാകുന്ന രീതിയിൽ പതിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, ആ ആശയവിനിമയം കറക്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് വന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഞാനിവിടെ നിന്ന് ആംഗ്യഭാഷ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലാവും? എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം വന്നിട്ട് ആ ആഗ്രഹത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു ആശയം ഒരു എനർജിയാണ്. ഈ എനർജിയെ നിങ്ങൾ അടുക്കിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത് എൻ്റെ തൊണ്ടയിൽ നിന്ന് ഒരു വൈബ്രേഷൻ ഉണ്ടാകാം. അതും ഒരു എനർജിയാണ്. ഈ തൊണ്ടയിൽ നിന്നുണ്ടാകുന്ന ഈ വൈബ്രേഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മാറ്റുന്നത് എൻ്റെ നാവുകളാണ്, എൻ്റെ വായാണ്. അപ്പോൾ വൈബ്രേഷൻ, ആ എനർജി ഉണ്ടായത് എൻ്റെ തൊണ്ടയിൽ നിന്ന്. ആ എനർജിയെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് എൻ്റെ നാവ് കൊണ്ടും വാവ് കൊണ്ടും രൂപപ്പെടുത്തിയിട്ടാണ് ഞാൻ പുറത്തേക്ക് ഈ എനർജിയെ വിടുന്നത്. അപ്പോൾ ഇതൊരു എനർജി ആയതുകൊണ്ടാണ് നിങ്ങൾ അടുക്കലേക്കും ഇത് സാധനം എത്തുന്നത്, നിങ്ങളുടെ ചെവിയിലേക്ക് ഇതെത്തുന്നത് ഒരു എനർജി ആയതുകൊണ്ടാണ്. അപ്പോൾ എന്നിൽ ഉണ്ടായ ഒരു എനർജി നിങ്ങൾ അടുക്കലേക്ക് എത്തിയത് കൊണ്ടാണ് നിങ്ങൾക്കത് കേൾക്കാനും മനസ്സിലാക്കാനും പറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടോ എന്തോ? കുറച്ചുകൂടെ ലളിതമാക്കണോ? ക്ലിയർ. സോ ഈ എനർജി നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളതിനെ കേട്ടിട്ട് അത് നിങ്ങളുടെ ഉള്ളിൽ മനസ്സിലാകുന്ന രീതിയിൽ മാറണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ എനർജിയെ നിങ്ങൾ ഡീകോഡ് ചെയ്യണം. നിങ്ങൾ കേട്ട കാര്യത്തെ നിങ്ങളുടെ മനസ്സുകൊണ്ട് ഡീകോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഞാൻ ചോദിക്കട്ടെ, മൃഗങ്ങൾക്ക് ഭാഷയുണ്ടോ? മനുഷ്യന് മാത്രമേ ഭാഷയുള്ളൂ, മൃഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഭാഷയില്ല. പക്ഷേ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു നായയോ ഒരു പൂച്ചയോ ഒരു പക്ഷിയോ, തത്തയ്ക്കൊക്കെ സംസാരിക്കാൻ പറ്റും, മൈനയ്ക്കൊക്കെ സംസാരിക്കാൻ പറ്റും. സോ ഇങ്ങനെയുള്ള പക്ഷികളെയോ മൃഗങ്ങളെയോ നമ്മൾ വീട്ടിൽ വളർത്തി കഴിയുമ്പോൾ തുടക്ക കാലഘട്ടങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ഈ മൃഗങ്ങൾക്കോ പക്ഷിക്കോ മനസ്സിലാകത്തില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ, ചില ആഴ്ചകൾ കഴിയുമ്പോൾ, ചില മാസങ്ങൾ കഴിയുമ്പോൾ, തുടർച്ചയായ പരിശീലനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ എനർജിയെ നമുക്ക് നായയുടെ അടുത്തും പൂച്ചയുടെ അടുത്തും പക്ഷികളുടെ അടുത്തേക്കും എത്തിക്കാനും അതിനെ മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിൽ നമുക്കതിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. അവിടെയും സംഭവിക്കുന്നത് ഒരു എനർജിയുടെ വൈബ്രേഷൻ്റെ സ്റ്റിമുലേഷനാണ്, അല്ലെങ്കിൽ ആ വൈബ്രേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത്. അപ്പോൾ ഭാഷ അറിയാത്ത മൃഗങ്ങൾക്കും പക്ഷികൾക്കും പോലും മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കത്തക്ക രീതിയിൽ ആ എനർജിയെ നമുക്ക് രൂപപ്പെടുത്താൻ പറ്റും. ഇനി ഞാൻ ഒരു സബ്ജക്റ്റ് ഇവിടെ പറഞ്ഞിട്ട്, ഇത് പറഞ്ഞതിന് ഒരു കാര്യമുണ്ട്, അത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കും. ഞാൻ ദൈവ അന്വേഷണവുമായി പോകുമ്പോൾ, ആ സത്യാന്വേഷണമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ, ക്രിസ്ത്യാനികൾ പറയുന്നത് ജീസസ് ക്രൈസ്റ്റാണ് ദൈവമെന്നാണ്. ഞാനും അങ്ങനെ വിശ്വസിച്ചിരുന്നു ഒരു കാലഘട്ടം വരെ. അത് കഴിഞ്ഞിട്ട് ഹൈന്ദവ മതത്തിനകത്തേക്ക് വരുമ്പോൾ ഏകദൈവ കൺസെപ്റ്റ് അല്ല, അവിടെ ബഹുദൈവ കൺസെപ്റ്റാണ്. ഇസ്ലാമിലേക്ക് പോകുമ്പോൾ അവിടെയും അള്ളാഹ് എന്ന് പറയുന്ന ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ദൈവിക കൺസെപ്റ്റാണ്. പക്ഷേ ഈ സത്യാന്വേഷണമായിട്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ല എന്നെനിക്ക് മനസ്സിലായി. പിന്നെ ആരാണ് ദൈവം?
ദൈവം എന്ന് പറയുന്നത് ഒരു എനർജി സിസ്റ്റമാണ്, ഒരു കൺസെപ്റ്റാണ്. നമ്മളെപ്പോലെ വ്യക്തി ആയിട്ടുള്ള അല്ലെങ്കിൽ രൂപമുള്ള, ആസ്തിത്വമുള്ള, കാണാൻ കഴിയുന്ന, കേൾക്കാൻ കഴിയുന്ന അങ്ങനെ ഒരു വ്യക്തി ഇല്ല. അപ്പോൾ ദൈവം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും, ആ ദൈവത്തെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിലും, അനുഭവിക്കണമെന്നുണ്ടെങ്കിലും, മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിനകത്തേക്ക് ആ ദൈവിക ആസ്വാദനത്തെയും അനുഭവത്തെയും നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റണമെന്നുണ്ടെങ്കിലും ഈ എനർജി സ്റ്റിമുലേഷനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ദൈവത്തെ ആസ്വദിക്കാൻ പറ്റുമോ? ആസ്വദിക്കാൻ പറ്റും. അനുഭവിക്കാൻ പറ്റുമോ? അനുഭവിക്കാൻ പറ്റും. എങ്ങനെ? ഈ എനർജിയെ നമ്മൾ മനസ്സിലാക്കണം. അത് യൂണിവേഴ്സൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു ജീവ ചൈതന്യമാണ്. അതിനെ നമുക്ക് പല രീതിയിൽ നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതൊരു സയൻസാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലും ആ ദൈവ ചൈതന്യമുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും ആ ദൈവ ചൈതന്യമുണ്ട്. അപ്പോൾ ആ ദൈവ ചൈതന്യത്തെ ആസ്വദിക്കാനും അനുഭവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ സയൻസിനെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ എങ്ങനെ ആ വൈബ്രേഷൻ, എനർജി വൈബ്രേഷനെ നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആസ്വാദനം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ഞാൻ 10-20 വർഷം കൊണ്ട് ആ ഒരു ക്രൈസ്തവ മേഖലയിലുള്ള ശുശ്രൂഷ ചെയ്തതുകൊണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്കറിയാം, പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ ഒരു കൂട്ടായ്മയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പാട്ടുകളുണ്ടാവും. അപ്പോൾ ഒരു 3-4 പാട്ടുകളൊക്കെ ഇങ്ങനെ പാടുമ്പോഴത്തേക്ക് ആൾക്കാർ നെഞ്ചിലൊക്കെ കൈവച്ച് കൈയൊക്കെ പൊക്കിയിട്ട് ചില പാട്ടുകളൊക്കെ പാടുമ്പോൾ അവരുടെ കണ്ണിലൂടെ കണ്ണുനീരൊക്കെ വന്നിട്ട് ഇങ്ങനെ സ്വയം മറന്നിങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടാവും. സോ ഇത് മനസ്സിൻ്റെ ഒരു വൈബ്രേഷൻ മാത്രമാണ്, അതൊരു ദൈവികാസ്വാദനമല്ല. ഇതേ കാര്യം തന്നെ ഒരു DJ പാർട്ടിക്ക് പോയി കഴിഞ്ഞാലും ഉണ്ടാകും. ഏതെങ്കിലും ഒരു കവി അരങ്ങിൽ പോയി നല്ല കവിത കേട്ടാലും ഇതുണ്ടാകും. സോ ഇത് മനസ്സിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളതിൽ കതിമിഞ്ഞ് ഇതിനകത്ത് ഇതല്ല ശരിക്കുമുള്ള ദൈവിക ആസ്വാദനം. അപ്പോൾ ദൈവിക ആസ്വാദനം ശരിയായ രീതിയിൽ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ശാസ്ത്ര സത്യത്തെ നിങ്ങൾ അന്വേഷണ മനോഭാവത്തോടുകൂടി അന്വേഷിച്ച് അത് എന്നിലാണ് എന്ന് മനസ്സിലാക്കി അതിനെ ആസ്വദിക്കാനായിട്ടുള്ള ഒരു അന്വേഷണം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അങ്ങനെ ആ അന്വേഷണം മുന്നോട്ട് പോയാൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനാവശ്യമായിട്ടുള്ള ചില പ്ലാറ്റ്ഫോമുകൾ, ഉപാധികൾ ഇങ്ങോട്ട് നമുക്ക് ആകർഷണമായി കിട്ടത്തുള്ളൂ. നിങ്ങൾ എന്തിനാ, ഇവിടെ 2 കുഞ്ഞു മക്കളിരിപ്പുണ്ട്, ഇവരെന്തിനാ സ്കൂളിൽ പോകുന്നത്? എന്തിനാ സ്കൂളിലേക്ക് അയക്കുന്നത്? അവർ ഒരു 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ എത്ര ക്ലാസ്സിലാണ്? 4-ാം ക്ലാസ്സിൽ, 3-ാം ക്ലാസ്സിൽ. അപ്പോൾ 4-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ബുക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവരുടെ സിലബസിനകത്തുള്ള എല്ലാ പുസ്തകങ്ങളും കിട്ടും. ഇംഗ്ലീഷ് കിട്ടും, മലയാളം കിട്ടും, സയൻസ് കിട്ടും, എല്ലാ കാര്യങ്ങളും അവർക്ക് കിട്ടും. നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ബുക്ക് മേടിച്ചിരുന്ന് വീട്ടിലിരുന്ന് പഠിച്ചോ എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ സ്കൂളിലേക്ക് അയക്കുന്നത്? അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ആ കുഞ്ഞുങ്ങളെക്കാൾ ആധികാരികമായി ഇതേ സബ്ജക്റ്റ് പഠിച്ചിട്ടുള്ള, സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സിന് വളരെ എളുപ്പത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ കാര്യത്തെ പകർന്നു കൊടുക്കാൻ കഴിയും. മേ ബി അവർ 10 മണിക്കൂറോ 15 മണിക്കൂറോ ഇരുന്ന് സ്വന്തമായിട്ട് മനസ്സിലാക്കുന്നത് വിത്തിൻ മിനിറ്റുകൾ കൊണ്ട് ടീച്ചേഴ്സിന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. സോ ഇതേ രീതിയിൽ നമ്മളൊരു സത്യാന്വേഷണ പാതയിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മെ ആ സത്യത്തിനകത്ത് കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കിയ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളോ ഗുരുതുല്യരായിട്ടുള്ള വ്യക്തികളെയൊക്കെ പ്രപഞ്ചം നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവരും. അത് ഈ പ്രപഞ്ച നിയമമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എത്രയേ ഉള്ളൂ. സത്യാന്വേഷണം ദൈവികമായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, ദൈവികമായ ആസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ, ദൈവിക അനുഭൂതികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സത്യാന്വേഷണമെങ്കിൽ, അന്വേഷണ മനോഭാവമെങ്കിൽ നിങ്ങളതിൽ തുടരുക. അതിനു വേണ്ടിയിട്ട് തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ടാക്കുക. ആ ആഗ്രഹം വ്യക്തി കേന്ദ്രീകൃതമാകാതെ പ്രപഞ്ചത്തിൻ്റെ നിയമത്തിന് ആനുപാതികമായിട്ടാകുമ്പോൾ അത് നിങ്ങൾ തേടി ഇങ്ങോട്ടെത്തും. നിങ്ങളിലേക്ക് അത് ആകർഷണമുണ്ടാകും. നിങ്ങൾക്കത് അനുഭവവേദ്യമാകുന്ന രീതിയിൽ, ആസ്വാദനമാകുന്ന രീതിയിൽ പൂർത്തീകരിക്കാനായിട്ട് ഈ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കും. എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ ഈ സംസാരിച്ചതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.